ഇന്നത്തെ എൻ്റെ റെസിപ്പി ബീഫ് ഡ്രൈ ഫ്രൈ ആണ്. ഇച്ചിരി സ്പൈസി ആയിട്ടുള്ളൊരു ബീഫ് ഡ്രൈ ഫ്രൈ ആണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ബീഫ് 1 കിലോ ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാനിങ്ങനെ നീട്ടത്തിൽ ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഒത്തിരി കട്ടിയായിട്ട് കട്ട് ചെയ്തെടുക്കരുത്. ഇനി ഞാൻ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇതിനകത്ത് വെള്ളം ഒഴിക്കുന്നില്ല. ഞാൻ വെള്ളം ഒഴിക്കാതെയാണ് വേവിച്ചെടുക്കുന്നത്. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ബീഫ് ഒന്ന് വേകുമ്പോഴത്തേക്ക് നമുക്കൊരു ബൗളെടുത്ത് അതിലേക്ക് നമുക്ക് കാശ്മീരി മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ, പിന്നെ കോൺഫ്ലവർ ഒരു 2 ടീസ്പൂൺ, പിന്നെ ഞാൻ 1 ടീസ്പൂൺ അരിപ്പൊടി, പിന്നെ ഒരു 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്തത്, പിന്നെ ഞാൻ 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ചത്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒഴിച്ച് കൊടുത്തത് നമ്മുടെ ബീഫ് വെന്തതിൻ്റെ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. അത് നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി വെള്ളം പോലെ മിക്സ് ചെയ്യരുത്, ഇത്തിരി കുറുകി മിക്സ് ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് നമുക്ക് നമ്മുടെ ബീഫ് ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്ക് ഈ ബീഫ് നമ്മൾ ഈ ആക്കി വെച്ചിരിക്കുന്ന ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ ഒരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ അരപ്പൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ ബീഫ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വെന്ത ബീഫ് ആയതുകൊണ്ട് ഒത്തിരി നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇത് പെട്ടെന്നാകുന്നതാണ്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ബീഫ് ഏകദേശം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഞാൻ ഈ ബീഫ് ഫ്രൈ ചെയ്ത പാത്രത്തിലേക്ക് തന്നെയാണ് ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത്. 8-10 ചോള വെളുത്തുള്ളിയുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കശുവണ്ടിപ്പരിപ്പ് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാം. കറിവേപ്പിലയുടെ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 സവോളയാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ സവോളയാണ്, ഒത്തിരി വലിയ സവോളയല്ല. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് ചില്ലി
റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി നല്ല സ്പൈസി ആയിട്ടുള്ളതാണ്. നന്നായിട്ട് ഡ്രൈ ഫ്രൈ ചെയ്തെടുത്ത ബീഫാണ്. വളരെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം. അങ്ങനെ നമ്മുടെ ബീഫ് ചില്ലി റെഡിയായി. ഞാനിതൊരു പാത്രത്തേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഫാമിലിക്ക് ഫ്രണ്ട്സെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണേ. വീണ്ടും പുതിയ റെസിപ്പിയുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്